എൻ്റെ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട്, ഞാനത് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാ. എടോ ഞങ്ങളുടെ അങ്ങനെ വരുന്ന ആൾക്കാരിൽ നിന്ന് അങ്ങനെ പ്രോഡക്റ്റ് ഒന്നും മേടിക്കാറില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പുറത്തു പോയി മേടിക്കാറാ പതിവ്. താൻ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, നമ്മുടെ അപ്പുറം ഇപ്പുറമൊക്കെ കുറച്ച് വീടുകളുണ്ട്, അവിടെ ഒന്ന് ചോദിച്ചു നോക്ക്, അവർ മേടിക്കും കേട്ടോ. ചേട്ടാ എനിക്ക് കുറച്ച് വെള്ളം തരുമോ? പച്ചവെള്ളം മതി. ആ അത് കൊണ്ടുവരാൻ പറ്റി. ഇവിടെ തന്നെ നിന്നോ. ആ ശരി. ഈ വെള്ളം എടുത്ത് കൊടുക്കാം. ഓക്കെ ചേട്ടാ എനിക്ക് തല ഇറങ്ങുന്ന പോലെ വെയിലത്ത് വന്നോണ്ടാ തോന്നുന്നു. ഞാനൊന്ന് കുറച്ച് നേരം ഇരുന്നോട്ടെ. അയ്യോ ബാ, അകത്ത് ഫാൻ്റെ കീഴിലിരിക്കാം. ബാ ഇവിടെ ഇരുന്നു, ഫാൻ്റെ താഴെ ഇരുന്നു. ആ അതെ, ഒരു സെയിൽസ് ഗേളാണ്. പുള്ളിക്കാരിക്ക് തല ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് അകത്തേറി ഇരിക്കാൻ പറഞ്ഞതാ. ഭാര്യയാണേ. ആ അതെ വന്നി, ഞാൻ പോരാട്ടാ, റെസ്റ്റ് എടുത്തു. ഷോ ഇനി അവളുടെ അടുത്ത് ഞാൻ പോയിട്ട് എന്താ പറയുക, പോയിട്ട് വരാം. അതൊരു സെയിൽസ് ഗേളാണെന്ന്. പുള്ളിക്കാരിക്ക് തല ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൊടുത്ത്. അപ്പോൾ ബോധം കെട്ട് വീണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അകത്ത് കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അകത്ത് കയറ്റി ഇരുത്തിയെന്നോ? തനിക്ക് എന്താ വേറെ പണിയൊന്നും ഇല്ലേ? വഴിയിലൂടെ പോകുന്ന എല്ലാരെയും ഒരു പരിചയം ഇല്ലാത്തവരെ വീടിനകത്ത് കയറ്റി ഇരുത്തിയേക്കുന്നു. ഈ അപ്പോഴത്തെ ഒരവസ്ഥയിൽ ഞാൻ ചെയ്തു പോയത്. നീ കാര്യം ചെയ്ത് താഴത്തേക്ക് പോട്ട് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും. ഇതാണ് കേട്ടോ എൻ്റെ ഭാര്യ. എങ്ങനെയുണ്ട് തലവേദനക്ക്? എങ്ങനെയുണ്ട്? അയ്യോ ഉറങ്ങിയെന്ന് തോന്നുന്നു. എടി നീ ഒന്ന് വിളിച്ച് എണീപ്പിച്ച്. കുട്ടി കുട്ടി എണീക്ക്. അയ്യോ ബോധം കെട്ടെന്ന് തോന്നണം. നീ പോയിട്ട് ഇത്തിരി വെള്ളം എടുത്തു വന്നേ. കുട്ടി കുട്ടി എടീ എന്താ? മരിച്ചേ. മരിച്ചെന്നോ? താനെത്ര സിമ്പിളായിട്ടാ പറയണേ. ദൈവമേ, വഴിയിലൂടെ പോകുന്ന എല്ലാ വയ്യാവേലും എടുത്ത് തലേ വെച്ചോളും. നമ്മളിനി എന്ത് ചെയ്യും? നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ. ചത്താളെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് എന്ത് കാണിക്കാനാ? നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാലോ? എന്നിട്ട് എന്ത് പണയും? വഴിയിലൂടെ പോയ ആള് വീടിനകത്ത് കയറി ചത്തെന്നാ ആരെങ്കിലും വിശ്വസിക്കുവോ? എന്റെ തേമ ഏത് നേരത്താണോ ഈ മരണത്തിനടുത്ത് ഞാൻ വീടിനകത്ത് കേട്ടാൻ തോന്നിയത്? അതൊന്നും ഇപ്പൊ ആലോചിച്ചിട്ട് കാര്യമില്ല. എന്തായാലും ഞാൻ ഇതിലൊന്നും ഇല്ല, എനിക്കൊന്നും അറിയില്ല. നീ ഇങ്ങനെ കിടന്ന് കരയല്ലേ? വേണ്ട, ഈ സമയത്ത് ഞാൻ എന്ന് ചിരിച്ചോണ്ടിരിക്കാം. ഇനിയിപ്പം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞതാ. ഗൂഗിൾ കയറി സെർച്ച് ചെയ്ത് നോക്ക്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. ഞാൻ ഫോൺ എടുത്തിട്ട് വരാം. ഇവിടെ തന്നെ നിന്നോ, പോലെ. ഇതിപ്പോ ഏത് മാറണ വന്നേക്കണം? ഇവരൊക്കെ എവിടെ പോയി? അവളല്ലേ മരിച്ചവള്? സ്വപ്നം വല്ലതും കാണണ? ചേട്ടാ എന്തെങ്കിലും കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട്, ഞാനത് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാ. താനല്ലേ കുറച്ചു മുമ്പ് ഇങ്ങോട്ട് വന്നത്? ഏയ് ഇല്ല ഏട്ടാ, ഞാൻ ഈ ഏരിയയിൽ ആദ്യമായിട്ടാ. ഞങ്ങളുടെ ഇങ്ങനെ ഈ പ്രോഡക്റ്റ് ഒന്നും അങ്ങനെ വരുന്നവരുടെ അടുത്തൊന്നും മേടിക്കാറില്ല. താ ഒരു കാര്യം ചെയ്യും, അപ്പുറത്തൊക്കെ വീടുണ്ട്, അങ്ങോട്ട് പോയിക്കോ. ആ ശരി ഏട്ടാ. ഇപ്പൊ വെള്ളം ചോദിക്കും. ചേട്ടാ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? പച്ചവെള്ളം മതി. പച്ചവെള്ളോ? ആ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇവിടെ തന്നെ നിന്നോ, ഞാൻ എടുത്തിട്ട് വരാം. ശരി ഏട്ടാ. ഇതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത കാര്യങ്ങളായിട്ട് തോന്നുന്നുണ്ടല്ലോ. കൊടുത്തേക്ക്. തല കറക്കം വരുമല്ലോ. ചേട്ടാ എനിക്ക് തല ഇറങ്ങുന്ന പോലെ വെയിലത്ത് വന്നോണ്ടാ തോന്നുന്നു. ഞാൻ കുറച്ചു നേരം ഇരുന്നോട്ടെ. അകത്ത് കയറ്റിക്കഴിഞ്ഞാൽ അവിടെ ചത്ത് വീഴും. ഒരു കാര്യം ചെയ്യ്, ദേ ഇവിടെ ഇരുന്നോ. ഇവിടെ ആകുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. അവിടെ ഇരുന്നു. ആ ഒരു സെയിൽസ് ഗേളാ. ആ വന്നി, ഞാൻ പോരാട്ടോ, ഇത് പിടിച്ചു. ആ വേണ്ട,
എന്നാലും ഇനി വല്ല സ്വപ്നം വല്ലതും ആണോ? അവള് മേളിൽ, അവള് താഴെ. ഗ്ലാസ് ഇവിടെ വെക്കാം, അല്ലെങ്കിൽ വെള്ളം കൊടുത്തെന്ന് പറഞ്ഞ് എനിക്ക് ഇടി കിട്ടും. തിരിച്ചു വരുമ്പോൾ എടുക്കാം. ആരോട് വന്നേ? അതൊരു സെയിൽസ് ഗേൾ ആണെന്ന്. തലറങ്ങെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കൊടുത്ത്. പേടിക്കണ്ട, പുറത്ത് തന്നെ ഇരുത്തിയേക്കണം, ഞാൻ അകത്തേക്ക് കയറ്റിട്ടില്ല. തല കറങ്ങുന്നെന്ന് പറഞ്ഞിട്ട് ഒരു പെങ്കൊച്ച് വന്നപ്പോ അതിനെ മുറ്റത്ത് ഒറ്റയ്ക്ക് ഇരുത്തിയേക്കുന്ന താനൊക്കെ എന്ത് മനുഷ്യനാടോ? ആ പെങ്കൊച്ചിപ്പോ വല്ല തല കറങ്ങി വീണ് അതിനെന്തെങ്കിലും പറ്റി എന്ത് ചെയ്യും? അല്ല, നീയല്ലേ പറഞ്ഞു. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. തല കറങ്ങി കിടക്കുമെന്ന് തോന്നുന്നു. എന്ത് പരിപാടിയാണോ കാണിച്ചേ? കുട്ടി കുട്ടി കുട്ടി, ശ്വാസം ഇല്ല, മരിച്ചെന്ന് തോന്നുന്നു. മിണ്ടി ഒച്ച വെച്ച ആളുകളെ അറിയിക്കരുതേ. സമാധാനം ഉണ്ട്, ഇത് പിടിച്ചേ. വെയിറ്റ് അല്ല, ഇങ്ങനത്തെ ഇതൊന്നും മനസ്സിലാകണല്ലോ. അപ്പം ഇത് സ്വപ്നമല്ല. ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൂമിൻ്റെ അകത്ത് കയറിയിട്ട് തിരിച്ചു വന്നപ്പോൾ ഫുള്ള് റിപ്പീറ്റ്. ഫോൺ എടുക്കാം. പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി വന്നതല്ലേ? ഞങ്ങളിങ്ങനെ വരുന്നവരുടെ അടുത്ത് നിന്ന് പ്രോഡക്റ്റ് മേടിക്കാറില്ല. കുട്ടിയുടെ കാര്യം ചെയ്യാം, അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചോദിച്ചാൽ മതി, അവർ മേടിച്ചോളും. ഓക്കെ ഓക്കെ. വെള്ളം വേണമായിരിക്കും അല്ലേ? ഞാൻ എടുത്തുകൊണ്ട് വരാം. ഓക്കെ. തലറങ്ങുന്നുണ്ടോ? അകത്ത് കയറിയിരിക്കാം. ബാ. അവിടെ ഇരുന്നു. സെയിൽസ് ഗേൾ. ഞാൻ പോരാവേ. മരിച്ച്. ഇതെന്ത് പണ്ടാരാണ്. പ്രോഡക്റ്റ് വിൽക്കാൻ വന്നതല്ലേ? ഞങ്ങൾക്ക് പ്രോഡക്റ്റ് വേണ്ട, അപ്പുറത്തെ വീടുകളിലൊക്കെ ചോദിച്ചാൽ മതി കേട്ടോ. എന്നാ കുറച്ച് വെള്ളം കുടിച്ചിട്ട് നോക്കൂ. ഓക്കെ. വീണ് ഇപ്പൊ വീടിന്റെ അകത്ത് കയറി ഇരുത്തിയോണ്ട് പുറത്തിരുന്നത് കൊണ്ടല്ല മരിച്ചേക്കണത്. വേറെന്തോ സംഭവമാണ്. ആകെ ഇവിടെ നിന്ന് വെള്ളം മാത്രമല്ലേ കുടിച്ചിട്ടുള്ളൂ. ആ വെള്ളം എനിക്ക് വന്നത്. ചേട്ടാ, വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലുള്ള വെള്ളം മാത്രമേ കുടിക്കാവേ. ഓ, വെള്ളം മാറ്റി ട്രൈ ചെയ്ത് നോക്കാം. റൂമിലേക്ക് കയറട്ടെ. പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി വന്നതല്ലേ? ഞങ്ങൾക്ക് പ്രോഡക്റ്റ് ഒന്നും വേണ്ട, അപ്പുറത്തെ വീടുകളിൽ മേടിക്കും ചിലപ്പോൾ. എന്നാ കുടിച്ചോ. ഇത്ര നേരം തന്ന വെള്ളമല്ല, നല്ല ശുദ്ധീകരിച്ച വെള്ളം. കുടിച്ചോ. ഗ്ലാസ് അവിടെ വെച്ചിട്ട് പൊക്കോ. ഗേറ്റ് കടന്നു പോയി. അപ്പോൾ വെള്ളത്തിൻ്റെ ആയിരുന്നു പ്രശ്നമല്ലേ? ഓ, അപ്പം ഞാൻ ഈ വെള്ളം കുടിച്ചിരുന്നെങ്കിൽ ചത്തുപോയനെ. ഒന്ന് കുടിച്ചു നോക്കിയാലാ? അയ്യോ ചേട്ടാ, ചേട്ടാ, ഹലോ. കഴിച്ചു, കഴിഞ്ഞെല്ലാം കുടിച്ച്.
നീ എന്താ വിചാരിച്ചത്? നീ കലക്കിയ വിഷം കുടിച്ച് ഞാൻ ചത്തുപോയെന്നല്ലേ? ഈ വെള്ളമേ വാഷ് ബേസിൽ കളഞ്ഞിട്ടൊരു പണി കൊടുക്കാം അവക്ക്.